മുഖ്യ പ്രഭാഷണമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏത് വിഷയത്തിലാണ് മുഖ്യ പ്രഭാഷണം നടത്തേണ്ടത് എന്നതിൽ തന്നെ എനിക്കൊരു എത്തും പിടിയുമില്ല. കാരണം ദാറുൽ ഹുദയെപ്പറ്റി വേണ്ടുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. സിൽവർ ജൂബിലിയെപ്പറ്റിയും ഇതിൻ്റെ സഹസ്ഥാപനങ്ങളെപ്പറ്റിയുമെല്ലാം നിങ്ങൾ ധാരാളമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഓരോ പ്രാസംഗികന്മാർക്കും ഇവിടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ അവറുകൾക്ക് 10 മിനിറ്റും എനിക്ക് 20 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ എന്ത് മുഖ്യമായ വിഷയമാണ് പറയേണ്ടത് എന്നെനിക്കൊരു പുടുത്തം കിട്ടാതെ ഞാൻ വയലുകയാണ്. എന്നാലും ഇന്നിവിടെ ഒരു മുഖ്യ വിഷയമായി നടക്കുന്നത് ഒരു പള്ളിയും ഒരു മുടിയുമാണ്. അതിനെപ്പറ്റി 2 വാക്ക് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയാണ്. സമസ്തക്ക് ഇങ്ങനെയുള്ള ഓരോ കുഴപ്പം വരുന്ന വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ശരിയായ വിവരം നൽകണമെന്ന്, അതാണ് സമസ്തയുടെ കാര്യമായ ഉത്തരവാദിത്തമെന്നും നമുക്കേവർക്കും അറിയാം. ആ നിലക്ക് പുണ്യനബിയുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കൽ വിശ്വാസികളുടെ ബാധ്യതയാണ്. തിരുശേഷിപ്പുകളാണ് എന്ന് ഉറച്ചതിനെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. തിരുശേഷിപ്പാണോ അല്ലേ എന്ന് സംശയത്തിലിരിക്കുന്ന കാര്യങ്ങൾ അല്ലാമ ബുഖാരി തുടങ്ങിയുള്ള മഹാന്മാർ ചെയ്തതുപോലെ ആ സംശയം തീർത്തിട്ട് അത് തെറ്റോ ശരിയോ തീരുമാനിച്ചതിൻ്റെ ശേഷമേ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പരിശോധിച്ചറിഞ്ഞ് തെറ്റാണെങ്കിൽ തെറ്റാണ്, അതല്ല ശരിയാണ് എന്ന് പറയേണ്ട ചുമതലയുണ്ട്. ഇമാം ബുഖാരി തങ്ങളൊക്കെ അങ്ങനെ ഹദീസ് പുണ്യനബിൻ്റെ കേൾക്കുമ്പോൾ വളരെയധികം പരിശോധിച്ചിട്ട് ഹദീസ് തെറ്റാണ്, അത് ശരിയല്ല, ഇന്ന ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. അപ്പോൾ പുണ്യനബിയുടെ പേരിൽ വരുന്ന എല്ലാം അംഗീകരിച്ചോളണമെന്നില്ല. അത് ശരിയാണെങ്കിൽ ഇതിന് വല്ലാത്ത ബഹുമാനമുണ്ട്. എല്ലാ മഹാന്മാരും അംഗീകരിച്ചതും നിരവധി ഹദീസുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നതുമാണ്. ഒന്ന് രണ്ടെണ്ണം ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തങ്ങൾ ഒന്നുണ്ടാക്കുമ്പോൾ ആ വുളുവിൻ്റെ വെള്ളം തൊടാൻ വേണ്ടി ജനങ്ങൾ വല്ലാതെ ധൃതി കൂട്ടിയിരുന്നു. മന്നസാബ മിന്നു ഷൈഅൻ, തങ്ങളെ വുളുവിൻ്റെ വെള്ളത്തിൽ നിന്ന് വല്ലതും കിട്ടിയാൽ തമസ്സഹബിഹി, അവൻ ഒന്നായിട്ട് അവൻ്റെ ദേഹത്തിൽ അത് പുരട്ടും. ഒമല്ലം യുസിബ് മിൻഹു ഷൈഅൻ, അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ തിരക്കുകൊണ്ട് അഹദ മിൻ ബലലി സാഹിബിഹി, സ്നേഹിതന്റെ ദേഹത്തിലുള്ള നനവിൽ നിന്ന് തൊട്ടുകൊണ്ട് അവൻ്റെ ദേഹത്തിലേക്ക് അവൻ പുരട്ടും. ഇങ്ങനെ സഹാബിമാർ ചെയ്തിരുന്നുവെന്ന് അല്ലാമ ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യനബിയുമായി ബന്ധപ്പെട്ട ആ വുളുവിൻ്റെ വെള്ളം അതിന് വലിയ സ്ഥാനമുണ്ട്. മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറത്തി, ഉച്ച സമയത്ത് തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു. ഫഉതിയ ബി വുളുഇൻ, അങ്ങനെ വുളുവിൻ്റെ വെള്ളം കൊണ്ടുവന്നു. ഫതവല്ലഅ, വുളുണ്ടാക്കി. ഫജഅല അന്നാസു യഖുദൂന മിൻ ഫളി വുളുഇഹി, ആ വുളുണ്ടാക്കിയ വെള്ളം ബാക്കിയുള്ളതിൽ നിന്ന് ജനങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങി. വയതമസ്സഹൂന ബിഹി, അവർ ദേഹത്തിലെല്ലാം അത് പുരട്ടാനും തുടങ്ങി. വഖാല അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖദഹിൻ ഫീഹി മാഉൻ, വെള്ളമുള്ളൊരു പാത്രം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഫവസല യദൈഹി വവജ്ഹഹു, അത് ഉണ്ടാക്കിയല്ല 2 കയ്യുമയിലിട്ട് കഴുകി മുഖവും കഴുകി. വമജ്ജ ഫീ, തങ്ങളിൽ തുപ്പുകയും ചെയ്തു. സുമ്മ ഖാല ലഹുമാ, പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടും അബീ മൂസ റളിയല്ലാഹു അൻഹു ഇശ്രിബാ മിൻഹു, നിങ്ങൾ അതിൽ നിന്ന് കുടിക്കുകയും വഅഫ്രിഗാ അലാ വുജൂഹിക്കുമാ വനുഹൂരിക്കുമാ, നിങ്ങളെ മുഖത്തും നെഞ്ഞിൻ്റെ ഭാഗത്തും ആ വെള്ളം പാരുകയും ചെയ്യുക എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കൽപ്പിച്ചതായി ഇമാം ബുഖാരി തങ്ങൾ സഹീൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം തങ്ങൾ സ്പർശിച്ച വെള്ളം അത് വലിയ പുണ്യപ്പെട്ടതാണ് എന്ന് പുണ്യനബിൻ്റെ ഈ നിർദ്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന വൈദാ തവല്ല അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി ഊണ്ടാക്കുകയാണെങ്കിൽ ഖാദു യഖ്തതിലൂന അലാ വളുഇഹി, തങ്ങൾക്കുള്ള ആ ഉളുവിൻ്റെ വെള്ളത്തിന്മേൽ സഹാബിമാര് യുദ്ധം തന്നെ ചെയ്യുമായിരുന്നു, വല്ലാതെ തിരക്ക് കൂടുമായിരുന്നു എന്നർത്ഥം. അതും വളരെയധികം ശ്രേഷ്ഠമുള്ളതാണ്. പുണ്യനബിൻ്റെ വിയർപ്പിനെ പറ്റി ഒന്ന് രണ്ട് ഉദാഹരണം മാത്രമാണ് പറയുന്നത്, നമ്മളെ പറയാൻ സമയമില്ലല്ലോ. ഉമ്മു സുലൈം പറയുകയുണ്ടായി, സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തീഹ, ഉമ്മു സുലൈമിൻ്റെ വീട്ടിൽ വരും, വയഖീലു ഇൻദഹ, മഹദിൻ്റെ ഒരിക്കൽ കൊടുത്ത് കൈലൂല തുറങ്ങും. ളുഹറിൻ്റെ മുമ്പ് കുറഞ്ഞ സമയം വിശ്രമത്തിന് മഹദിയുടെ വീട്ടിൽ വന്ന് ഉറങ്ങും. അപ്പോൾ ഒരു തോലിൻ്റെ വിരിപ്പ് മഹദി വിരിച്ചു കൊടുക്കും. ഫയഖീലു അലൈഹി, അതിന്മേൽ തങ്ങൾ നന്നായിട്ടൊന്ന് വിശ്രമിക്കും. ഉമ്മു സുലൈമും തങ്ങളുമായി ബന്ധമുള്ളവരാണ്, ആ വീട്ടിൽ തങ്ങൾക്ക് ഉറങ്ങാൻ ഉമ്മു സുലൈമിനെ കാണുന്നതിന് വിരോധമല്ല. വക്കാന കസീറൽ അറഖി, ഉറങ്ങിയാൽ നന്നായി വിയർക്കും തങ്ങൾ, അതാണ് തങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ രീതി. വക്കാനത്ത് തജ്മഉ അർഖഹു, മഹദി ആ സമയത്ത് തങ്ങൾക്കുള്ള വിയർപ്പൊക്കെ ഒരുമിച്ച് കൂട്ടും. ഒരു പഞ്ഞിൻ്റെ ഉണ്ടെടുത്തിട്ട് ഇങ്ങനെ ഒപ്പി ഒപ്പി ഒരു കുപ്പിയിൽ സൂക്ഷിക്കും. ഫതജ്അലു ഫി തീബി, മഹദിയായി അത്തറിൽ ആക്കും, അവർ സൂക്ഷിക്കുന്ന അത്തറിലൊക്കെ അത് ഉറ്റിക്കും. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരവസരത്തിൽ പുണ്യനബി പെട്ടെന്ന് ഉണർന്നിട്ട് ചോദിച്ചു, യാ ഉമ്മ സുലൈം മാ ഹാദാ, എന്താ ഉമ്മ സുലൈം നീ ചെയ്യണത്? മഹദി ധൈര്യസമേതം പറഞ്ഞു, അറഖുക, ഇത് തങ്ങളെ വിയർപ്പ, നജ്അലുഹു ഫീ തീബിന, ഞങ്ങൾ അത്തറിൽ ഞങ്ങളിത് കൂട്ടും, വഹുവ മിൻ അത്യബി തീബി, തങ്ങളെ വിയർപ്പ് വല്ലാത്ത മുന്തിയ അത്തറാണ്, അതിൽ നിന്ന് അല്പം ഞങ്ങൾ അത്തറുകളിലൊക്കെ കൂട്ടിയാൽ വലിയ ഗ്യാസാണ്, ഇതിന് വലിയ ഉഷാറായ വാസന ഉണ്ടാവും. ഫീ റിവായത്തിൻ ഖാലത്ത് യാ റസൂലല്ലാഹ് നർജു ബറക്കത്തഹു ലിസിബിയാനിനാ, അതിൻ്റെ ബർക്കത്ത് ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതാണ് തൊട്ട് വരട്ടിയാൽ റെഡി, ഒരു പ്രശ്നവുമില്ല. തങ്ങൾ പറഞ്ഞത് അസബുദ്ധി, എനിക്ക് കാര്യം തിരിയല്ലോ, ഈ സവാബിനെത്തിച്ചു. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഏകോപിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പം തങ്ങളുടേതാണെന്ന് ഉറപ്പിക്കപ്പെട്ട തിരുശേഷിപ്പുകൾക്കും തങ്ങളുമായി ബന്ധപ്പെട്ടതിനും വലിയ സ്ഥാനമുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളൊക്കെ അങ്ങേയറ്റം അംഗീകരിക്കുന്ന കാര്യവുമാണ്. അത് പ്രകാരം തന്നെ ഖാലിദ് ബിൻ വലീദ് ഫഖദ ഖലൻസുവത്തഹു യൗമൽ യർമൂക്കി, യർമൂക്ക് യുദ്ധത്തിൽ എൻ്റെ ക്യാപ്റ്റനായിരുന്നു ഖാലിദ് ബിൻ വലീദ്. മൂപ്പര യുദ്ധത്തിൻ്റെ ഇടയിൽ മൂപ്പര തൊപ്പി പോയിപ്പോയി. ഫഖാല ഉത്ലുബൂഹ, ആ തൊപ്പി തരണം എന്ന് മഹാനവറുകൾ പറഞ്ഞു. അവർ തെരഞ്ഞു കിട്ടിയില്ല. അങ്ങനെ മഹാനവറുകൾ തന്നെ അതിന് മെനക്കെട്ട് ആ തൊപ്പി കയ്യിൽ കിട്ടി. ഫഹിദാഹിയ ഖലീഖത്തുൻ, ഒരു കീറ തൊപ്പി, ഒരു പഴയ. ഫസുഇലാൻ ദാലിക, അത്ര വലിയ യുദ്ധത്തിൻ്റെ ടൈമിൽ എന്തിനാങ്ങൾ അതിൻ്റെ ഇത്ര നടക്കണം എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല ഇഅ്തമറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഉംറ ചെയ്തു. ഫഹലഖ റഅസഹു, മുടി കളഞ്ഞു. ഫബ്തദറ അന്നാസു ബിശഅറഹു, ജനങ്ങളിങ്ങനെ ആ മുടിക്ക് വേണ്ടി തിരക്കൂട്ടുണ്ട്. ഫസബഖ്തുഹും ഇലാ നാസിയതിഹി, അപ്പം ആ മൂർധാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ മുടിക്ക് ഞാൻ മുൻകളന്നു, തിരക്കിയിട്ട് ഒരു ബാരിൽ ഞാൻ വാരി ആ മൂർത്തുള്ള മുടിയൊക്കെ എനിക്ക് കിട്ടി. ഫജഅൽതുഹാ ഫീ ഹാദിഹി, ഈ തൊപ്പിയിൽ ഞാൻ അതിനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പല സ്ഥലത്തും എന്നെ ക്യാപ്റ്റനാക്കി നിശ്ചയിക്കാറുണ്ട്. യമാമ യുദ്ധത്തിൽ യർമൂക്കിലൊക്കെ ക്യാപ്റ്റനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ധൈര്യസമേതം ഞാൻ സ്വീകരിക്കാൻ കാരണം ഇതാ, പുണ്യനബിൻ്റെ മുടികളുള്ള ഈ തൊപ്പിയാണ്.
ഫലം അഷ്ഹദ് ഖിതാലൻ, ഒരു യുദ്ധത്തിലും ഞാൻ അറ്റൻഡ് ചെയ്യൂല. വഹിയ മഈ, ഈ തൊപ്പിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലാ തബയ്യന ലി അന്നസുറു, സഹായം എനിക്ക് ഉറച്ചിട്ടൊല്ലിയേ, തീർച്ചയായും എനിക്ക് സഹായം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ തങ്ങളെ മുടി ഇങ്ങനെയുള്ള യുദ്ധത്തിന്റെ സഹായത്തിന് വരെ ഉപയോഗിച്ചു. പിന്നെ ഹജ്ജത്തുൽ വദാഇൽ ലമ്മാ റമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൽ ജംറത്ത, ജംറന്റെ ഏറ് കഴിഞ്ഞപ്പോൾ നാവലൽ ഹല്ലാഖ ഷിഖഹുൽ അയ്മൻ, മുടി കളയുന്നവന് വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹലഖഹു, അദ്ദേഹം കളഞ്ഞ്. ഫനാവലഹു അബാതൽഹത്ത, അബാതല്ലക്കാണ് വാരിക്കൊടുത്ത്. അത് സുമ്മനാവല ഷിഖഹുൽ ഐസാർ, പിന്നെ ഇടഭാഗം കാട്ടിക്കൊടുത്തു. ഫഹലഖഹു, കളയുന്ന ആള് മുടി കളഞ്ഞ്. വഅമറു അൻ യഖ്സിമ ബൈനന്നാസ്, ജനങ്ങളിലൊക്കെ വീതിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം അതിൻ്റെ താല്പര്യം തങ്ങൾക്കുള്ള വഫാത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഹജ്ജത്തുൽ വദാ ആണ്, തങ്ങൾ അവസാനത്തെ ഹജ്ജാണ്. അത് ദുൽഹജ്ജിലാണ്, അത് കഴിഞ്ഞു പോയി റബീഉൽ അവ്വലിലാണ് തങ്ങൾ വഫാത്ത്. അപ്പോൾ ഏതാനും മരണത്തിനടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പം തങ്ങൾക്കുള്ള ശേഷിപ്പുകൾ ജനങ്ങൾ അത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അങ്ങനെ വിതരണം ചെയ്തതാണ്. അബൂ തൽഹയാണ് പുണ്യനബിയുടെ ഖബർ കുഴിച്ചതും അതിനുള്ള മെയിൻ ഏർപ്പാടുകളൊക്കെ ചെയ്തത്. അതൊക്കെ മൂപ്പരായിരിക്കുമെന്നുള്ള സൂചനയാണ് അബൂ തൽഹയെ ഏൽപ്പിക്കാൻ കാരണം എന്നും മഹാന്മാർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള തങ്ങളതാണ് എന്ന് ഉറപ്പുള്ള വസ്തു വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവിൻ്റെ ഇടയിലോ സാധാരണക്കാരുടെ ഇടയിലോ അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രകാരം തന്നെ അബ്ദുല്ലാഹിബ്നു സുബൈർ തങ്ങളവസരത്തിൽ കൊമ്പ് വെച്ചു. ആ കൊമ്പ് വെച്ച ചോര ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയത് മറച്ചാളാ എന്ന് അബ്ദുല്ലാഹിബ്നു സുബൈറിനോട് തങ്ങൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ സദസ്സിൽ നാണ്ട് വിട്ടുപോയി ആ ചോര ആണ്ട് കുടിച്ച്. ഫശരിബഹു, പിന്നെ സുഖായിച്ച് കുടിച്ചിട്ട് മൂപ്പരിന് മടങ്ങി വന്നു. തങ്ങൾ ചോദിച്ചു, മാ സനാഴ്ത്ത വിദ്ദമ്മി, ചോരന്ത് കാട്ടി? മുമ്പ് ധൈര്യ സമയം, എന്നീ ശരീബുത്തുഹു, ഞാനത് കുടിച്ചു. എന്തിന്? ലിഅസ്ദാദ ബിഹി ഇൽമൻ വ ഈമാന, ഇൽമും ഈമാനും എനിക്ക് വർദ്ധിക്കാൻ വേണ്ടി. തങ്ങളെ ചോര കഴിച്ചാൽ ഇൽമും ഈമാനും വർദ്ധിക്കും. അതിനെ കംശിക്കണ വേറെ സാധനം അല്ല വളച്ചിട്ടില്ലല്ലോ. ഈമാനും ഇൽമിനെയും കംശിക്കണ, അത് രണ്ടും വളരെ ഫസ്റ്റാണ്. അതിനുള്ള ഇലക്ക് കുടിച്ചതാണ്. വലിയക്കൂന ശൈഉം മിൻ ജസദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി ഫീ ജസദി, തങ്ങളെ ദേഹത്തിലുള്ളൊരു വസ്തു എൻ്റെ ദേഹത്തിന് സൂക്ഷിക്കാൻ വേണ്ടിയും. വജസദി ഔലാ ബിഹി മിനൽ അർള്, എൻ്റെ ദേഹമാണ് ഭൂമിയേക്കാൾ അതിന് ഏറ്റവും അനുയോജ്യം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു, അബുശിർ, നീ സന്തോഷിച്ചോ, ലാ തമസ്സക്കന്നാറു അബദാ, ഈ തിരിച്ചു തൊടുന്ന പണി എനിക്കില്ല. ഇങ്ങനെ തങ്ങളെ രക്തമാവട്ടെ, തങ്ങളെല്ലാം വളരെ അധികം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ തങ്ങളതാണ് എന്ന് ഉറക്കണം. അല്ലാത്ത കാലത്തോളം അത് അംഗീകരിക്കാൻ നിവൃത്തില്ല. അങ്ങനെ നമ്മളെ മുൻഗാമികളൊക്കെ ചെയ്തത്, അല്ലാമ ബുഖാരി തങ്ങൾ വരെ, അതുപോലത്തെ അയിമ്മത്ത് മുഴുവൻ തങ്ങളതാണോ അല്ലേ ഉറപ്പിച്ചതിന് ശേഷമാണ് ആ തീരുമാനം എടുക്കുന്നത്. എക്കാച്ചക്കുള്ളതാണെങ്കിൽ പറ്റുകയില്ല. അപ്പം ഇന്ന് പറയപ്പെടുന്നത് പുണ്യനബിൻ്റെ മുടി കത്തിക്കാൻ പറഞ്ഞു. പുണ്യനബിൻ്റെ മുടി കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. പുണ്യനബിൻ്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ കത്തിച്ചു വെക്കണ ഇറക്കടില്ല. ഇനി പുണ്യനബിൻ്റെ മുടിയാന്ന് ഉറപ്പായി നിൽക്കുക, എന്നാലേ കത്തിച്ചാൽ കത്തൂല. ആ മുഅ്ജിസത്ത് കാണാൻ അത് കത്തിക്കണേനും വിരോധമില്ല. അപ്പോൾ കത്തിച്ചു വെച്ചിട്ട് ഒരു വിലക്കും വരാനില്ല എന്ന് ചുരുക്കം. അപ്പോൾ സംശയമുള്ളതാണെങ്കിൽ കത്തിക്കൽ ഇതൊരു വഴിയാണ്. അബൂ നുഅയ്ം അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് അത്തൈനാ ഞങ്ങൾ ചെന്നു. ഫഖാല യാ ജാരിയത്തു ഹലുമ്മി അൽ മായിദ, മഹദി ഞങ്ങളൊക്കെ പറഞ്ഞു ചെന്നപ്പം മൂപ്പര് പറഞ്ഞു അവിടെയുള്ള ഒരു അടിമപ്പെണ്ണിനോട്, ജാരിയത്തിനോട് ഭക്ഷണം എടുത്ത് കഴിച്ചു.
പിന്നെ മുപ്പത് പറഞ്ഞു ഹലുമിയൽ മിന്തിയിൽ, ആ ടവ്വലുണ്ട് കൊണ്ടത്. പുണ്യ നബി ഉപയോഗിച്ചിരുന്ന ടവ്വൽ അനസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുണ്ട്. ആ ടവ്വൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅത്തത് ബിമിന്തിയിൽ, ആ പെണ്ണ് ഒരു ടവ്വലുമായിട്ട് വന്നു. പക്ഷേ വസിഖൻ, വല്ലാതെ ചേറായി ചോദിക്കണ് ആ യാതി ഒരു ടവ്വല്. ഫഖാല ഇസ്തജിരിയ തന്നൂർ, അടുപ്പൊന്ന് ചോറാക്ക്, നല്ല അടുപ്പൊന്ന് കത്തിക്കുക. ഔഖദത്തുഹു, ആ പെണ്ണ് ഭംഗിയായിട്ട് അടുപ്പ് കത്തിച്ചു. ഫഅമറ ബിൽ ബിന്ദിയിൽ, അങ്ങനെ ആ ടവ്വല് കൊണ്ട് മഹാൻ അവർ തങ്ങൾ കൽപ്പിച്ചു, അനസ് റളിയല്ലാഹു കൽപ്പിച്ചു. ഫതുരിയാഫി, അടുപ്പ് കണ്ടു. ഫഖറജ അബിയദ കാന്നഹു അല്ലബൻ, വളരെ തുല്യ വെള്ളയായിട്ട് പാല് പോലത്തെ നിറത്തിൽ പുറപ്പെട്ടു, ഒരു കേടുമില്ല. അപ്പം തങ്ങളെ ടവ്വല് തീയിലിടാൻ പറഞ്ഞു, ഒരടക്കവുമില്ല, തീയിലിട്ടു. എന്തിനു വേണ്ടി? ചേറൊക്കെ ക്ലിയറാകാൻ. എന്നതുപോലെ ഇത് നബിൻ്റെ നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് തീയിലിട്ടാൽ കത്തുമില്ലേ നോക്കല്. അതിനൊരു അടക്കവുമില്ല. തങ്ങളെ മുഖം തോത്തിയിരുന്ന ഒരു ടവ്വലാണിത്. വൈദത്തസഹ, ചേറ് പിടിച്ചാൽ സനഅനാ ബിഹി, ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യാറ്. ഇത് നമുക്ക് അത്ഭുതമുള്ളതല്ല. ചേറാണ്ട് പിടിച്ചാൽ നിങ്ങൾ അടുപ്പ് കാണുള്ളൂ. ലിഅന്നന്നാറ ലാ തൂഖിലു ശൈഅൻ മർറ അലാ വുജൂഹിൽ അംബിയാ, അമ്പിയാക്കന്മാരെ ദേഹത്തിൽ കൂടെ നടന്ന ഒരു വസ്തുവിനെയും തിരിച്ചു നിന്നൂല. അപ്പം തങ്ങളെ ദേഹത്തിൽ കൂടെ മുടിമ്മൽ കൂടെ നടന്ന വസ്തു, തങ്ങളെ മുടിയോ തിരിച്ചു തിന്നൂല. സീറത്തുൽ ഹബീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ ഖുസൂസിയാത്ത് എണ്ണുന്നിടത്ത് വഅന്നഹു ഇദാ വഖഅ ശൈഉൻ മിൻ ശഅരിഹി ഫിന്നാർ ലാ യഹ്തരിഖു, തങ്ങളെ ഒരു മുടി തിരിയിലിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. അപ്പം തങ്ങളെ മുടിയാണ് എന്ന് വ്യക്തമാവും. അപ്പം ഇവിടെ മുടി കടന്ന് പിരിയാണല്ലോ. അപ്പം പിന്നെ എന്ത് സനത് പറഞ്ഞിട്ടും ഇനി കാര്യമില്ല. കാരണം അയാളെ കുടുംബ സനത് വായിച്ചിട്ട് അവർ തന്നെയാണ് ഈ സംശയം ഉണ്ടാക്കാനുള്ള കാരണം. കുറേ ആളുകൾ കൂടി ഒരു യോഗത്തിലെ മർക്കത്തിൽ ഓലൊക്കെ ലക്ഷങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ ഈ യോഗത്തിൽ ഇപ്പോൾ എത്ര പോലും പറയൽ കോടിക്കണക്കിൽ എന്ന് പറയിക്കാരൻ. ഓൽക്കൊരു 10,000 ആൾ കൂടിയാൽ ലക്ഷമായി. അങ്ങനെയാണ് വർത്താനം ഉണ്ടാവില്ല അധികം. അപ്പം ഇങ്ങനെ ആൾ കൂടി അങ്ങനെ തീയിലിട്ടാൽ കരിയില്ല. ഇതൊരു ലക്ഷണമാണ്. ഇനി ഉറപ്പായി വെക്കുക, എന്നാലും തീയിലിട്ടാലേ ആ മോചനത്ത് കണ്ടുകൂടെ. അപ്പോൾ തീയിലിട്ടിട്ട് അല്ലെങ്കിൽ കരിഞ്ഞാണ്ട് പോകും. എന്നാൽ ഈ പണി കഴിഞ്ഞല്ലോ. അതാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം. അത് നീ ഇറക്കണമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് സനദ് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു മജ്ലിസിൽ വെച്ച് അയാളൊരു സനദ് വായിച്ചു, അഹമ്മദ് പറഞ്ഞ ആൾ. അപ്പം ഇതിൻ്റെ നേതാവ്, വിഘടിത നേതാവ് വിളിച്ചെന്താണ് പറഞ്ഞതാ ഇത് മുടിൻ്റെ സനദായി വായിച്ചത്. അയാളെ കുടുംബ സനദ് വായിച്ചതിനെ പറ്റി മുടിൻ്റെ സനദാണ്. അപ്പം പലർക്കും സംശയമായി. അങ്ങനെ സനദിനെ പറ്റി ചോദ്യമായി. ഇങ്ങനെ വളരെയധികം പറയും. എന്തായാലും സനദ് പറയാൻ കഴിയില്ല. പല ജാതി മറുപടികൾ ആണ് പറഞ്ഞത്. ആ മറുപടിയൊന്നും അതിനൊന്നും ഒരു മറുപടിക്ക് ഒരു മറുപടി പറയാൻ പറ്റിയ അതുകളല്ലത്. നിങ്ങളെ പെണ്ണുങ്ങൾ പെറ്റാൽ കുട്ടീനെ ആസ്പത്രിയിൽ കൊണ്ടുവരൂലേ? അതിപ്പോൾ നിങ്ങളെ കുട്ടികളിലേക്ക് സന്നദ്ധത്താണ്. ഇതൊക്കെ ഇപ്പം ചോദ്യം. അല്ലെ ഹോട്ടലിൽ കയറിയാൽ ഇറച്ചി കൊണ്ടെന്ന് വെച്ച് ഈ ഇറച്ചിൻ്റെ സനത് എന്നാ ഇപ്പം ഇമാം ബുഖാരിയൊക്കെ എത്തിയപ്പത്തിനാണ് നീ ആ അപ്പം തങ്ങളതാണോ അല്ലേന്ന് ഉറക്കണം. അത് ഉറക്കണ വരെ അതിന് നമ്മൾ അംഗീകരിക്കൂല. അപ്പം ഇനി എന്ത് സനത അയാൾ കൊണ്ടുവന്നിട്ട് യാതൊരു ഫലവുമില്ല. ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കല്ല ഞാൻ. ഇതിൻ്റെ വിശദീകരണം വളരെ ഭംഗിയായിട്ട് ഇവിടെ നടത്തപ്പെടും. അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് മുഖ്യപ്രഭാഷണങ്ങൾ നിലക്കുമ്പാവുമ്പോൾ എന്തൊരു വിഷയം പറയേണ്ട നിലക്കാണ് ഞാനത് പറയുന്നത്. അതിൻ്റെ രേഖാസഹിതം ഇവിടെ സംസാരിക്കും. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വിശദീകരണം ഇവിടുത്തെ ദാറുൽ യോഗത്തിൽ സംസാരിക്കുമെന്ന്. ഇപ്പോൾ വേണ്ടപ്പെട്ട നിലയ്ക്ക് അത് സംസാരിക്കും. അതൊക്കെ കേട്ടതിന് ശേഷമേ നിങ്ങൾ പോകാവൂ. പിന്നെ ഓല് പറഞ്ഞത് അസൂയക്കാരുടെ പണിയാണ്. ഒരു പറയല അതാ
അസൂയക്കാരെ പണിയാണ്. അസൂയക്കാരെ പണിയാണെങ്കിലും എനിക്ക് അത് പറഞ്ഞു കൊടുത്തൂടെ, ഞാൻ അസൂയ കണ്ടു പോവില്ല. പുത്തനാശയക്കാരെ സഹായിക്കലാണിത് എന്നും പറയും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ KV അസം മുസ്ലിം ഇവരൊക്കെ പാടെ ഈ പുത്തനാശയക്കാരൻ മുജാഹിദിനൊക്കെ ഒന്ന് ഒതുക്കീനി. ഇപ്പം ഇയാൾ ഈ ആദ്യം ഏർപ്പാടിച്ച് നടന്നു കണ്ട് ഇയാൾ ചില പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്ന പ്രസംഗം അതിൻ്റെ സീഡിയും കൂടിയൊക്കെ കാട്ടിക്കാണ്ടാണ് ഇപ്പം ഈ പെരുത്ത് മുജാഹിദുകൾ പുതിയ കുട്ടികളൊക്കെ മുജാഹിദാൻ കാരണം എന്നാണ് അപ്പം പറഞ്ഞത്. അപ്പം അവരെ പ്രസംഗം കൊണ്ട് ഈ ഏർപ്പാട് കൊണ്ടും മുജാഹിദ് വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പം ഇവിടെ മനസ്സിലാകുന്നത്. അപ്പം പുത്തനാശയക്കാരെ സഹായിക്കൽ എന്ന പണിയെടുക്കുന്ന പോലാണ് നമ്മൾ ചെയ്യില്ല. ഇന്നത്തെ പേപ്പറിൽ കണ്ടിരുന്നു, തിരുകേശം വ്യാജ്യമാണെന്ന് പറയുന്ന കത്തിൻ്റെ ആധികാരികത വെളിപ്പെടുത്തണം. കത്ത് കിട്ടിയണ്, അത് വ്യാജ്യമാണ് എന്ന് പറയുന്ന കത്ത് കിട്ടിയിക്കണ്, അതിൻ്റെ ആധികാരികത വെളിവാക്കണം. അപ്പോൾ ഈ മുടിൻ്റെ ആധികാരികത ഒന്നും വെളിവാക്കണ്ട, ആ കത്തിൻ്റെ ആധികാരികയാണ് വെളി. ഇത്ര കത്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അമ്മക്ക് തനതുണ്ടോ മറ്റുണ്ടോ അപ്പാണോ എന്ന് ചോദിച്ചാൽ പോയപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ ആധികാരികത വേണമെന്നുണ്ടോ? ഇതിനായിട്ട് വലിയ ആധികാരികത മറ്റേതിനിട്ട് വേണ്ടോ? ഇങ്ങനെ പല ജാതി ഫിത്തിനയും അങ്ങനെയൊക്കെ പലതും വരും അവരിൽ നിന്ന്. മൊത്തത്തിൽ ഞാൻ പറയാം, കാരണം ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അതുപോലത്തെ സമസ്തൻ്റെ പല ആളുകളും ഉണ്ട് ഒഴിച്ചു വിട്ട് കേടായി വരുന്നതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മറ്റൊരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഉമിർതു ബി തശ്ഹീദിൽ മസാജിദി, പള്ളികൾ ഇങ്ങനെ കണക്കിലേറെ ഉയർത്തി നീട്ടിടിക്കൽ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലതുസഖിരിഫുന്നഹാ, പള്ളിയെ നിങ്ങൾ അനാവശ്യമായി മോടികൂട്ടി വലുതാക്കി ഉണ്ടാക്കും. കമാ സഖറഫത്തിൽ യഹൂദു വന്നസാറ, യഹൂദി നസാറകൾ ചെയ്തതുപോലെ. അതിന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത് തശ്യീദുൽ മസാജിദ് റഫഉൽ ബിനാഇ വ തത്വീലുഹു, ആവശ്യമില്ലാണ്ട് അങ്ങനെ നീട്ടി ഉയർത്തി വെറുതെ അങ്ങനെ പള്ളി വലുതാക്കി ഉണ്ടാക്കുക, അത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ലതുസഖിരിഫന്നഹാ, നിങ്ങൾ അതിനെ ഭംഗിയാക്കും. ലതുസയ്യിനുന്നഹാ, നിങ്ങളതിനെ ഭംഗിയാക്കി ഉപയോഗിക്കും. വൽ മാന, മഹാന്മാർ മുമ്പ് എഴുതി വെച്ചത് വളരെയധികം പ്രത്യക്ഷത്തിൽ വരികയാണ് നമുക്ക്. വൽ മാന, ഈ ഹദീസിൻ്റെ ആകെ ഷോർട്ട്, അന്നൽ യഹൂദ വന്നസാറ, യഹൂദി നസാറാക്കൾ ഇന്നമാ സഖറഫുൽ മസാജിദ, അവരെ പള്ളികളൊക്കെ അവർ മൂടികൂട്ടാൻ തുടങ്ങി. ഇന്തമാ ഹറഫു വബദ്ദലു, അവരെ ഇഞ്ചിയിലൊക്കെ താറുമാറാക്കി അതിനൊക്കെ കോലം മാറ്റിയ സമയത്ത്, തറക്കുൽ അമല ബിമാ ഫീ കുതുബിഹിം, അവരെ കിതാബുള്ളത് കൊണ്ട് അമലിന് അവർ ഒഴിച്ച സമയത്ത്, പിന്നെ ജനങ്ങളെ ആ സ്നേഹവും ജനങ്ങളുടെ സ്ഥാനം പിടിച്ചു വറ്റാൻ പള്ളി ഭംഗിയാക്കുന്ന പണിയാണ് അവർ ചെയ്തത്. എന്നിട്ട് പിന്നെ മഹാന്മാർ ഫഅൻതും തസീറൂന, നിങ്ങളും മുസ്ലിമീങ്ങൾപ്പെട്ട ഒരു വിഭാഗവും തസീറൂന ഇലാ മിസ്ലി ഹാലിഹിം, ഇതേ ഏർപ്പാട് ഭാവിയിൽ ചെയ്യും. ഇതാ തലബ്തും അദ്ദുന്യാ ബിദ്ദീൻ, ദുന്യാവിനെ ദീനി വിറ്റിങ്ങൾ തേടാൻ തുടത്തിയാൽ പള്ളിമുളുകൾ കെട്ടിപ്പിടിച്ചും എന്ന് വളരെ മുമ്പ് തന്നെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വതറക്തുമുൽ ഇഖ്ലാസ ഫിൽ അമലി, അമലിൽ ഇഖ്ലാസ് നിങ്ങൾ ഒഴിക്കും. വസാറ അംറുക്കും, നിങ്ങൾക്കുള്ള കാര്യമാവും. ഇലൽ മുറാആത്തി ബിൽ മസാജിദി, പള്ളികളെ കൊണ്ട് പേരെടുക്കുക, ആവശ്യമില്ലാത്ത പള്ളികൾ വലുതാക്കി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്തേക്കും എന്ന് മഹാന്മാർ മുന്നറിയിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ദുന്യാവ് കിട്ടാൻ, ദീന് വിട്ടിട്ട് ദുന്യാവ് കിട്ടാനുള്ള ഏർപ്പാടുകാർ ഇങ്ങനെ പള്ളിമ കെട്ടിപ്പിടിക്കുമെന്ന് അബൂദാബിന്റെ ഷറഹിൽ അല്ലാമ ഐനി തങ്ങൾ വിശദീകരിച്ചത് 342-43 പേജുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഛർദ്ദിച്ചോളണം. ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് പാടുള്ളതല്ല. ഇത് ശരിയായ മുടിയാണ് എന്നുറച്ചതിൻ്റെ ശേഷമല്ലാതെ, അതാണ് സമസ്ത പാസാക്കിയത്. ആധികാരികമായി ഇത് ശരിയായ മുടിയാൻ തെളിയിക്കുന്നത് വരെ
ആ മുടിയുമായി നിങ്ങൾ ബന്ധപ്പെടരുത്, അതിൽ വഞ്ചിതരാവരുത് എന്ന് സമസ്ത പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖ്യപ്രഭാഷണം ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഈ കൂടൽ അല്ലാഹു തആല സ്വീകരിച്ച ഒരു വലിയ ഇബാദത്താക്കി തീർക്കട്ടെ. നമ്മളെ ഈ സ്ഥാപനം സഹായിച്ച് മരിച്ചുപോയ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സകല ആളുകൾക്കും രണ്ട് വീട്ടിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. പിന്നൊന്ന് ഒറ്റവാക്കൂടിയും പറഞ്ഞുകൊണ്ട്, ഈ നുണ എന്ന് പറയുന്നത് രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് സാധാരണ നുണകൾ, അതായത് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത, ശംസുലുലമയുണ്ട് അപ്പം തന്നെ ഞാനാ സെക്രട്ടറി, മറ്റേ ആള് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദുണ്ട് അപ്പം ഞാനാണ് പ്രസിഡന്റ്. ഇങ്ങനെയുള്ള ഈ നാടൻ നുണകൾ, അങ്ങനൊരുപാട് നുണകൾ 10-21 കൊല്ലമായി അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നുണൻ്റെ ഒരു ഒപ്പാണ്. നേരെ മറിച്ച് പുണ്യനബിൻ്റെ മേൽ നുണ പറഞ്ഞാൽ അത് വലിയൊരു നുണ. അതാണ് നമ്പർ 1 നുണ. അങ്ങനെ പറഞ്ഞാൽ ഇന്ന കിദിബൻ അലയ്യ, എൻ്റെ മേൽ നുണ പറയൽ, ലീസക്ക് കിദിബിൻ അല അഹദിൻ, മറ്റുള്ളവരെ മേൽ നുണ പറയുന്നത് പോലല്ല. ഫമൻ കദബ അലയ്യ മുതഅമ്മിദൻ, കൽപ്പിച്ചൂട്ടി ആരെങ്കിലും എൻ്റെ മേൽ നുണ പറഞ്ഞാൽ അവ തങ്ങളെ മുടി അല്ലാത്ത മുടിയാന്ന് പറയാ. ഇങ്ങനെ പല ജാതിയും ഈ വകുപ്പിൽപ്പെടും. ഫൽയതബവ്വഅ മഖ്അദഹു മിനന്നാർ, അവൻ്റെ മഖ്അദ്, അവൻ്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിച്ചു എന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പറ്റി വലിയൊരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യനബിൻ്റെ മുടി കത്തിക്കാൻ പറഞ്ഞാൽ ആ നാവ് കരിഞ്ഞു പോകും. ആ പുണ്യനബിൻ്റെ മുടിയല്ലാത്ത മുടിയാണ്, ആ അങ്ങനത്തെ ഒരു മുടിയെപ്പറ്റി പുണ്യനബിൻ്റെ മുടിയാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണു തങ്ങൾ തന്നെ ആലൻ നബവിയ്യു വഗൈറുഹു അൽ കിദ്ബു അലൈഹി, പുണ്യനബിൻ്റെ മേൽ നുണ പറയൽ മിനൽ കബായിരി, അത് വൻ തെറ്റാണ്. എന്നാൽ പിന്നെ അവിടെ തർക്കം കാഫിറാവൂല്ല. വലാ യക്ഫുറു ഫാഇലു അല സഹീഹി, സഹിയ അഭിപ്രായ പ്രകാരം അത് ചെയ്തവൻ കാഫിറാവൂല, വൻ തെറ്റാണ്. വഖൗലിൽ ജുംഹൂരി, ജുംഹൂറിന്റെ കൗല് പ്രകാരം ബലപ്പെട്ട അഭിപ്രായപ്രകാരം ആ പണിയെടുത്തവൻ കാഫിറാവൂല. വഖാലൽ ജുവൈനിയു, അല്ലാമ ജുവൈനി തങ്ങൾ പറഞ്ഞു ഹുവ കുഫ്റുൻ, കുഫ്രിയത്തിന്റെ വിരുവയില്. ഫൈൻ താബ മിൻഹു, ഓൻ ഞാൻ കേദിച്ചു മടങ്ങി ഇന്ത്യയിൽ നിന്ന് വന്നുപോയതാണ്, ഞാനതിന് പിന്മാറി എന്ന് പറയുകയാണെങ്കിൽ ഫദഹബ ജമാഅത്തും, ഒരു ജമാഅത്ത് അഭിപ്രായപ്പെടുന്നു, മിൻഹും അൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് തങ്ങൾ ഈപ്പെട്ടതാണ്, വസ്ഫൈറഫിയു വഖലായിഖു, വേറെ പല ആളുകളും, ഇലാ അന്നഹു ലാ തുഖ്ബൽ ലഹു റിവായത്തുൻ അബദാ, ഇവരൊക്കെ പറഞ്ഞ് ഓൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കൂല. ഖേദിച്ച് മടങ്ങിയാൽ തന്നെ പുണ്യനബിൻ്റെ മേൽ കളവ് പറഞ്ഞവൻ അവൻ്റെ റിവായത്തെ സ്വീകരിക്കൂല. വൈൻ ഹസനത്ത് ഹാലുഹു, അവൻ പിന്നെ നന്നായി തീർന്നാലും ശരി. ബിഖിലാഫി തായിബി മിനൽ കിദിബി അലാ ഗൈരിഹി, വേറെ ആളുകളുടെ മേൽ നുണ പറഞ്ഞാൽ അവൻ പിന്നെ നന്നായി തീർന്നാൽ അവൻ്റെ റിവായത്തുകളൊക്കെ സ്വീകരിക്കും. അപ്പം പുണ്യനബിൻ്റെ മേൽ അങ്ങനെ നുണ പറഞ്ഞാൽ കാഫിറായിപ്പോവും എന്നത് വരെ ഉലമാവിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നന്നായി തൗബ ചെയ്തൊക്കെ ആയാൽ തന്നെ അവൻ്റെ ഒരു റിവായത്തും സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വലിയൊരു ചർച്ചയാണ് പുണ്യനബിൻ്റെ മേൽ നുണ പറഞ്ഞാൽ ആ വിഷയത്തെപ്പറ്റി. അപ്പം അങ്ങനത്തെ വലിയ വിഷയങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ് എന്ന്. ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ കത്തും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് ഇവർ നിങ്ങളെ കേൾപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയധികം ജനം കൂടിയ ഒരു മഹത്തായ സമ്മേളനം, ഈ മഹത്തായിരിക്കുന്ന ദാറുൽ ഹുദൻ്റെ സമ്മേളനത്തിൽ ആദ്യമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ദാറുൽ ഹുദൻ്റെ യോഗം കൂടും മിക്കവാറും സാധാരണ നല്ല മഴയാണ്. ഇത് ഈ മുടിപ്രശ്നം പള്ളിപ്രശ്നം വന്നപ്പം ആളുകൾക്ക് മനസ്സിലാക്കട്ടെ എന്നുള്ള നിലയ്ക്ക് തീരെ മഴ പെയ്യാത്തൊരു സുന്ദരമായ അവസ്ഥ വന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. അല്ലാഹു തആല
ഏതായാലും വളരെ വിജയത്തിൽ നമ്മുടെ ഈ യോഗം എത്തിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല ഇതിനെ സഹായിച്ചവരൊക്കെ അല്ലാഹു തആല അവരെ സഹായിക്കട്ടെ. എല്ലാ ആഫാത്ത് മുസീബത്ത് എങ്ങേറുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ വസ്തുവിനും ഹാസിദീങ്ങളുണ്ടാവും, ഏത് വ്യക്തിക്കും എതിരാളികളുണ്ടാവും. പുണ്യനബി പറഞ്ഞ് ലികുല്ലി ഉമ്മത്തിൻ ഫിർഔൻ, എല്ലാ വിഭാഗത്തിനും ഫിർഔനുകളുണ്ട്. അപ്പോൾ ഫിർഔൻ ഉമ്മത്തി അബൂജഹൽ, എനിക്ക് കുടുങ്ങിയ അബൂജഹലാണ്. അപ്പോൾ ഒരു സ്ഥാപനാകട്ടെ വ്യക്തിയാവട്ടെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവുന്ന നിയമം. വലിയ തെണ്ടി കിടക്കുന്ന ആളാണെങ്കിൽ നമ്മളെ നാടൻ മട്ടത്തിൽ അവർ വലിയ വെയിറ്റ് ഉള്ളവരല്ല, അള്ളാഹിനടുക്ക് വെയിറ്റ് ഉണ്ടാവും, അത് വേറെ ഒന്ന്. അവർക്ക് വലിയൊരു എതിരൊന്നും നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല. ഓലപ്പോലത്തെ ആളുകളുടെ ഇടയിൽ അവർക്ക് വലിയ എതിരുണ്ട്. നമ്മൾ സാധാരണ പാത്താനിരിക്കണ മാതിരിയിലല്ല ഒരു ഇന്ത്യൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പാത്താൻ കുതിർക്കുമ്പം വളരെയധികം പരിശോധിച്ചിട്ട് വളരെയധികം ക്ലിയർ ചെയ്തിട്ടേ അവർക്ക് പാത്താൻ കഴിയുള്ളൂ. കാരണം വലിയ വ്യക്തികളാണ്, വലിയ എതിരുണ്ടാവും. അപ്പം നിയമം തന്നെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവും. അപ്പോൾ നമ്മൾ ധാർമ്മികത വലുതാവും തോറും അതിന് ആസിഡീങ്ങളും എതിരാളികളൊക്കെ ഉണ്ടാവും. അത് ഒരു പുതിയ വിഷയമല്ല, മുമ്പേ ഉള്ളത് തന്നെയാണ്. അത് സ്വാഭാവികമാണ്. ഒരു വിഷയത്തിന് തീരെ എതിരില്ലെങ്കിൽ 100-100 ഉറുപ്പിക ചെലവാക്കി എതിര് വാങ്ങണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതായാലും ഇതിൻ്റെ എതിരാളികളെ, നമ്മളെ എതിരാളികൾ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു.